അപ്പോൾ ഈ സെക്ഷനിൽ മിസ് എടുക്കാൻ പോണത് ഇന്നലെ നമ്മൾ പഠിച്ച എന്താണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനിൽ ഓപ്ഷണലാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നോക്കിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്ത് എന്ത് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഓപ്ഷണലാണ്. എങ്ങനെ എഴുതിയാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ മെയിനിന് മുമ്പാണ് നമ്മൾ ഫങ്ഷൻ ഡെഫിനിഷൻ എഴുതി കൊടുക്കണമെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ പാർട്ടായ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നമുക്ക് ഒഴിവാക്കാം. എഴുതിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നമ്മൾ എഴുതുന്ന യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ ഫങ്ഷൻ ഡെഫിനിഷൻ മെയിനിന് മുമ്പാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മളുടെ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കാം. അതാണ് നമ്മൾ ഇന്നലെ നോക്കി. അപ്പോൾ ഈ നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷ പേപ്പറിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. അതിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്ട് ദി ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഫോർ ദി ഫോളോയിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ്റെ പേര് തരും, അതിന് ആർഗ്യുമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തരും, അതെന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറയും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വളരെ സിമ്പിൾ, ഒരൊറ്റ ലൈനിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നെ ഒരുമാതിരി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ എഴുതണമെന്ന് മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ആ ഒരു കുഞ്ഞു സെക്ഷനാണ് ആദ്യം എടുക്കുക. അപ്പോൾ ഇതൊന്ന് നോക്കുക. അത് ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങളോടൊരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതാൻ പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ് എങ്ങനെയെന്നാണ്. അത് മിസ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. സിൻടാക്സ് ഓഫ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ആദ്യം ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഫങ്ഷൻ്റെ പേര്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ്റെ പേര് എന്താണെന്നുള്ളത് അത് എഴുതി കൊടുക്കുക, ബ്രാക്കറ്റിൽ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻ്റ് എഴുതി കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇതാണ് ഒരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ്. ഈ സിൻടാക്സ് അനുസരിച്ചിട്ട് വേണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് മിസ് ഇട്ടേക്കുവാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക് സിൻടാക്സ് എഴുതുക. എങ്ങനെയാണ് ഒരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ്? ഡേറ്റ ടൈപ്പ്, ഫങ്ഷൻ്റെ പേര്, ബ്രാക്കറ്റിൽ ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, സെമിക്കോളൻ. ഇതിൽ ആദ്യത്തെ നമ്മൾ നാളെടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ ആദ്യത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണോ അതാണ് ഇവിടെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ 1-2 ക്ലൂസ് മിസ് പറയാം. 1, റിട്ടേൺ ചെയ്യുന്നത് ഇന്ന ഡേറ്റ ടൈപ്പ് ആണെന്ന് പറയുവാണെങ്കിൽ ആ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇവിടെ ഡേറ്റ ടൈപ്പായിട്ട് എഴുതി കൊടുക്കുക. ഇനി വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യണില്ല എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളിവിടെ എഴുതേണ്ട ഡേറ്റ ടൈപ്പ് വോയിഡ് ആയിരിക്കും. അപ്പോൾ സിൻടാക്സിൽ ഇവിടെ ഡേറ്റ ടൈപ്പ് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. എങ്ങനെ ഫില്ല് ചെയ്യുക? വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യണില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഇവിടെ ഡേറ്റ ടൈപ്പ് വോയിഡ് എഴുതി കൊടുക്കുക. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇൻഡ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണേന്ന് പറഞ്ഞാൽ ഇൻഡ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ ടൈപ്പ് ഇൻഡ് കൊടുക്കുക. ഫ്ലോട്ട് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യണേന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലോട്ട് വാല്യൂ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റിട്ടേൺ ചെയ്യുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണെന്ന് പറയുന്നോ അതാണ് ഇവിടെ ഡേറ്റ ടൈപ്പായിട്ട് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഫങ്ഷൻ്റെ പേര് മിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫങ്ഷൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഇനി ബ്രാക്കറ്റിൽ ഇന്നതാണ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് വെറുതെ ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് മാത്രം എഴുതിയാൽ മതി. ഇനി ആർഗ്യുമെൻ്റ് ഉണ്ട് ഇന്ന ഡേറ്റ ടൈപ്പുകളാണെന്ന് പറഞ്ഞാൽ ആ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഡേറ്റ ടൈപ്പിൻ്റെ പേര് എഴുതുക, കോമ ഇടുക, അടുത്ത ഡേറ്റ ടൈപ്പിൻ്റെ പേര് എഴുതുക, കോമ ഇടുക. അങ്ങനെ നമ്മൾ ഓരോ ആർഗ്യുമെൻറ്റും കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ ലൈനിൽ. ഇനി മിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. കൺസ്ട്രക്ട് ദി ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഫോർ ദി ഫോളോയിങ് ഫങ്ഷൻ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഓഫ് ടേക്സ് 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ് എ ഡബിൾ. ക്വസ്റ്റ്യൻ പറയണത് നിങ്ങൾക്ക് എഴുതാൻ പോകേണ്ട ഫങ്ഷൻ്റെ പേര് ടോട്ടൽ എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നെ പറയേണ്ട ഫങ്ഷൻ്റെ പേര് ടോട്ടൽ. ടേക്സ് 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ്. 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ് ആണ് ടോട്ടൽ എന്ന് പറഞ്ഞ ഫങ്ഷനുള്ളത്. ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ 2 ഡബിൾ ആർഗ്യുമെൻറ്റാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഡബിൾ കോമ ഡബിൾ എന്ന് എഴുതണം.
ആൻഡ് റിട്ടേൺസ് എ ഡബിൾ. റിട്ടേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഡേറ്റ ടൈപ്പ് ഏതാണെന്നുള്ളതാണ് അവിടെ എഴുതുക. അപ്പോൾ റിട്ടേൺസ് എ ഡബിൾ. അപ്പോൾ ഡബിൾ വാല്യൂ ആണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് തന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം വ്യക്തമാണ്. റിട്ടേൺ ടൈപ്പ് ഡബിളാണ്, 2 ഡബിൾ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഫംഗ്ഷൻ്റെ പേര് ടോട്ടൽ എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. അത് അതിൻ്റെ സിൻടാക്സ് ആയിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ നോക്കുക. സിൻടാക്സ് ഡേറ്റ ടൈപ്പ്. ഇവിടെ ടോട്ടലിൻ്റെ റിട്ടേൺസ് എ ഡബിൾ. അപ്പോൾ അവിടെ ഡേറ്റ ടൈപ്പായിട്ട് കൊടുക്കേണ്ടത് ഡബിളാണ്. അപ്പോൾ ഡബിൾ. ഇനി അടുത്തത് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ടോട്ടൽ. ഇനി ബ്രാക്കറ്റിൽ ടേക്സ് 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ആർഗ്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ ടൈപ്പ് ഡബിൾ, വേണമെങ്കിൽ വേരിയബിളിൻ്റെ പേര് എഴുതി കൊടുക്കാൻ വേണമെന്നില്ല. ഡബിൾ കോമ ഡബിൾ. 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 2 ഡബിൾ എഴുതി. ടേക്സ് 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഡേറ്റ ടൈപ്പായിട്ട് ഡബിൾ കൊടുത്ത് ഫംഗ്ഷൻ്റെ പേര് ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഉണ്ട്, 2 ഡബിൾ ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഡബിൾ ആയതുകൊണ്ട് ഇവിടെ ഡബിൾ എഴുതി കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് രണ്ടാമത്തെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദേ മാത്ത് ഓഫ്. ഫംഗ്ഷൻ്റെ പേര് മാത്ത് എന്നാണ്. ടേക്സ് നോ ആർഗ്യുമെൻറ്റ്. നോ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലൊന്നും എഴുതണ്ട, ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ആൻഡ് ഹാസ് നോ റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂം ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തലയിൽ വരണം എന്ത്? റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ സിൻടാക്സിൽ ഡേറ്റ ടൈപ്പിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്ത് കൊടുക്കണം? വോയിഡ്. നോ ആർഗ്യുമെൻ്റ് ആയതുകൊണ്ട് വെറുതെ ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ്. അപ്പോൾ എളുപ്പമായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഈ ക്വസ്റ്റ്യൻ നോക്കുക. നോ റിട്ടേൺ വാല്യൂ, അതുകൊണ്ട് റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡേറ്റ ടൈപ്പ് നമ്മൾ എന്ത് കൊടുക്കും? വോയിഡ്. ഇനി ഫംഗ്ഷൻ്റെ പേര് മാത്ത്. ബ്രാക്കറ്റിൽ എന്താണ്? നോ ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ്റെ പേര് ആവറേജ് ഓഫ്. ടേക്സ് 2 ഇൻറ്റിജർ ആൻഡ് 1 ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആർഗ്യുമെൻറ്റ്. ഇതിന് മൂന്ന് നമ്പറിൻ്റെ ആവറേജാണ് കാണാൻ പറഞ്ഞിരിക്കണേ. അതിൽ 3 നമ്പറിൽ 2 എണ്ണം ഇൻറ്റിജർ നമ്പറും 1 എണ്ണം ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറും. അപ്പോൾ 2 ഇൻറ്റിജർ ഒരു ഫ്ലോട്ടിങ്ങും തമ്മിൽ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഫ്ലോട്ടിങ് കിട്ടും, ചിലപ്പോൾ ഇൻറ്റിജർ, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ നമുക്ക് എപ്പോഴും സേഫ് ഫ്ലോട്ടിങ് വന്നാലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിട്ടേൺ വാല്യൂ നമ്മൾ റിട്ടേൺസ് എ ഫ്ലോട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ്. റിട്ടേൺ ചെയ്യണ വാല്യൂ ഫ്ലോട്ട് ആയതുകൊണ്ട് ഡേറ്റ ടൈപ്പ് നമ്മളവിടെ ഫ്ലോട്ട് എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ഇത് എളുപ്പമായിട്ട് മിസ് നിങ്ങൾക്ക് തന്നെ ഇത് എൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആവറേജ് ഓഫ് ടേക്ക് 2 ഇൻറ്റിജർ ആൻഡ് 1 ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺസ് എ ഫ്ലോട്ട്. റിട്ടേൺ വാല്യൂ ഫ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് എന്ന് എഴുതി കൊടുക്കുക. ഫംഗ്ഷൻ്റെ പേര് ആവറേജ് ആണ്. ഓഫ് മൊത്തം എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? 3 എണ്ണം. അതിൽ 2 എണ്ണം ഇൻറ്റിജർ, 1 എണ്ണം ഫ്ലോട്ടിങ്. അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇൻഡ് കോമ ഇൻഡ്, 2 ഇൻറ്റിജർ ആർഗ്യുമെൻ്റായി കോമ ഒരു ഫ്ലോട്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ഫ്ലോട്ട് തിരിച്ചു മറിച്ച് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2 ഇൻറ്റിജറും ഒരു ഫ്ലോട്ടും റെപ്രസെൻറ്റ്. ഇൻഡ് കോമ ഫ്ലോട്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇൻഡെന്ന് എഴുതിയാൽ ശരിയാവുമെന്ന് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വേരിയബിളും കൂടി എഴുതിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇൻഡ് എ കോമ ഇൻഡ് ബി കോമ ഇൻഡ് സി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ എഴുതണം എന്ന് നിർബന്ധമില്ല. ഡേറ്റ ടൈപ്പ് മാത്രം എഴുതി കൊടുത്താലും ശരിയാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ സെക്ഷനിൽ. എങ്ങനെയാണ് നമ്മൾ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ നോക്കിയ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്? അത് ഓപ്ഷണലാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരിക ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എങ്ങനെ എഴുതാം. അതിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ കൂട്ടത്തിൽ ഒരു സെക്ഷൻ കൊണ്ട് മിസ് ഹാൻഡിൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു സെക്ഷനാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഒരു പ്രോഗ്രാമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മിനിറ്റ് അവർ സെക്കൻഡ്സിൻ്റെ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കണേ.
അത് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി മിസ് വേറൊരു പ്രോഗ്രാം എഴുതിയിരിക്കുക. അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ അത് ഫങ്ഷൻ ഡെഫിനിഷനിലോട്ട് ഉള്ള ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് വാല്യൂ കൊടുക്കും. ഇപ്പോൾ എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ഫങ്ഷൻ കോളിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലോട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ 2 ഡേറ്റകൾ നമ്മൾ പാസ് ചെയ്യണമെങ്കിൽ അത് സ്വീകരിക്കാനും ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് അതേ ഡേറ്റ ടൈപ്പുള്ള 2 വേരിയബിൾസ് വരെ വേണം എന്നുള്ളതായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് വരെ നോക്കിയിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 2 നമ്പറുടെ സം എയും ബിയും നമ്മൾ ഇവിടെ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ ആ എയും ബിയും സ്വീകരിക്കാൻ അവിടെയും 2 ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വേണം. അല്ലെങ്കിൽ ഒരു ടൈപ്പ് മിസ്മാച്ച് എററൊക്കെ വരും അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഇവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നോക്കുക. ഇവിടെ എന്താ ചെയ്യണതെന്ന് ചോദിച്ചാൽ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ പോർഷനിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. എന്താണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം മിസ്, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ ഫങ്ഷൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. ഫങ്ഷൻ ഡെഫിനിഷൻ്റെ അവിടെ നമ്മൾക്ക് വേണ്ട വാല്യൂസിനെ അവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 3 നമ്പറിൻ്റെ സമ്മാണ് നമ്മൾ കാണണമെങ്കിൽ അതിൽ ഒരു നമ്പർ, ഇപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ മെയിനിൽ നിന്ന് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യണം. മെയിനിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മാത്രം എടുത്തിട്ട് അത് മാത്രം നമ്മൾ എന്താണ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുമ്പോൾ അത് ഫങ്ഷൻ്റെ ഡെഫിനിഷനിലോട്ട് എത്തിക്കഴിയുമ്പോൾ ബാക്കി 2 നമ്പർ വേണം ആഡ് ചെയ്യാൻ. ആ 2 നമ്പർ നമ്മൾ മെയിനിൽ നിന്ന് പാസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷൻ്റെ ഡെഫിനിഷൻ്റെ അവിടെ തന്നെ അത് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് നമ്പർ മെയിനിൽ നിന്ന് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത് കൂട്ടത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് 2 വാല്യൂസ് അവിടെ തന്നെ വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് വ്യക്തമാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രോഗ്രാമാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരേ ഫങ്ഷൻ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ പറ്റണമെന്നുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കണേ. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി മിസ് പറഞ്ഞോട്ടെ. അതാണ് ഇതിൽ പറയുന്ന മെയിൻ പോയിൻ്റ്. ആ പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ. നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ് ഇപ്പം നമ്മൾ എഴുതുന്ന ഫങ്ഷൻ കോളിലുള്ള ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് 2 എണ്ണം ഉണ്ടെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് അലോക്കേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യണത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ 2 വേരിയബിൾ ഉണ്ട്. അതിനെ സ്വീകരിക്കാൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് 2 വാല്യൂ എടുത്ത് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിലെ ലെഫ്റ്റിലെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലെ ലെഫ്റ്റിലെ വാല്യൂയിലോട്ട് കൊടുക്കും. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ രണ്ടാമത് കിടക്കുന്ന വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ കിടക്കുന്ന രണ്ടാമത്തെ വേരിയബിളിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിൻ്റെ അലോക്കേഷൻ. അതേസമയം ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മിസ് പറയാം. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അലോക്കേഷൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അത് ഓർക്കുക. ഇനി അതെങ്ങനെയാണെന്ന് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഈ സെക്ഷനിൽ നോക്കുക. രണ്ട് രീതിയിലാണ് അതിൻ്റെ അലോക്കേഷൻ. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ ഓരോരോ വേരിയബിൾസിൻ്റെ അലോക്കേറ്റ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുക. അതേസമയം ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ അലോക്കേഷൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അത്രയും ഓർക്കുക. ഇനി മിസ് ഈ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞുതരാം.
മുകളിൽ കുറേ ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. സം 1, സം 2, സം 3, സം 4. ഈ പ്രോഗ്രാമിൽ 4 ഫങ്ഷൻ ഉണ്ട്. 4 ഫങ്ഷനും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെ, 3 നമ്പറിൻ്റെ അഡീഷൻ. അപ്പോൾ ആ 4 ഫങ്ഷന് 4ആയിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ എങ്ങനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ പ്രോഗ്രാം 1-2 പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മാക്സിമം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മെയിൻ്റെ ഉള്ളിൽ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. 3 നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ. സി ഔട്ടിൽ എൻ്റർ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ സീൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, സി ഔട്ടിൽ എൻ്റർ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ കൊടുത്ത്, സി ഔട്ടിൽ എൻ്റർ 3 നമ്പർ, തേർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ കൊടുത്ത്. ഇനി ഫങ്ഷൻ്റെ എന്ത് ചെയ്യാൻ പോവുക? ഫങ്ഷൻ കോളിങ് നടക്കാൻ പോകും. ഇതാണ് ആദ്യത്തെ ഫങ്ഷൻ കോൾ. അപ്പോൾ ആദ്യത്തെ ഫങ്ഷൻ കോളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫങ്ഷൻ്റെ കോളിങ് നടത്തുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഫങ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കേസിൽ നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഒന്നും സെറ്റ് ചെയ്യണില്ല. സാധാ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഈ ഫസ്റ്റ് സം 1 ഓഫ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സം 1 ഓഫ് ആദ്യത്തെ ഫങ്ഷൻ്റെ പേരാണ് സം 1 ഓഫ്. അതിൽ നിങ്ങൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഇത് 3 നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഇത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫങ്ഷൻ കോളിൻ്റെ കൂടെ കിടക്കുന്ന ഈ 3 ആർഗ്യുമെൻറ്റ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്വീകരിച്ച ഈ 3 നമ്പറിനെ നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ട് പോവുക? ഫങ്ഷൻ സം 1 എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഡെഫിനിഷനിലോട്ട് ചെല്ലും. സം 1 എന്ന് പറഞ്ഞ ഫങ്ഷനിൽ നിങ്ങൾ ഇവിടുന്ന് സ്വീകരിച്ച ഫസ്റ്റ് നമ്പർ ഫസ്റ്റിലാണ് കിടക്കുന്നത്, സെക്കൻഡ് നമ്പർ സെക്കൻഡിലാണ് കിടക്കുന്നത്, തേർഡ് നമ്പർ തേർഡിലാണ് കിടക്കുന്നത്. ആ ഫസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ എന്താണോ നിങ്ങൾ കൊടുത്തത് അത് നേരെ പോയി ഈ എയിലോട്ട് സ്റ്റോർ ചെയ്യും. അതാ പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യണത് ഇവിടുത്തെ ലെഫ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റിലേക്ക്. ഇനി നിങ്ങൾ അവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞ കയറ്റിയ നമ്പർ ഇവിടുത്തെ സെക്കൻഡ് പൊസിഷനിലുള്ള ബിയിലോട്ട് സ്റ്റോർ ചെയ്യും. ഇനി നിങ്ങൾ തേർഡ് കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടുത്തെ സി പോയി സ്റ്റോർ ചെയ്യും. അതാണ് പറയണേ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് സാധാരണ രീതിയിലുള്ള ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ടുള്ള അലൊക്കേഷൻ. നമ്മൾ മെയിനിൽ നിന്ന് 3 നമ്പറിനെ സ്വീകരിച്ച് ആ നമ്പർ അവിടെ വെച്ചല്ല ആഡ് ചെയ്യണേ, നമ്മൾ സം 1 എന്ന് പറഞ്ഞ ഫങ്ഷനിൽ വെച്ച് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വഴി അത് ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് പാസ് ചെയ്ത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ കൊടുത്ത വാല്യൂസ് ഇവിടെ സ്വീകരിച്ച്. ഇനി ഈ 3 നമ്പർ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ വെച്ചിട്ട് സം കാണാൻ പോകും. സം ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഫസ്റ്റിലിരിക്കുന്ന വാല്യൂ എയിലിരിപ്പുണ്ട്, സെക്കൻഡിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ബിയിലിരിപ്പുണ്ട്, തേർഡിൽ സ്റ്റോർ ചെയ്ത വാല്യൂ സിയിലിരിപ്പുണ്ട്. ഇത് 3 കൂടി ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ നമുക്ക് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ ഫങ്ഷൻ സം നോ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല. ഈ കേസിൽ നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിനെ പറ്റി പറയണില്ല. അപ്പോൾ നമ്മൾ സം ഈസ് ഈക്വൽ ടു സം പ്രിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എന്താണോ കൊടുത്ത 3 നമ്പർ ആ 3 നമ്പറിൻ്റെ സം ഇവിടെ കിട്ടും. ഇനി രണ്ടാമത്തെ കേസ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഫങ്ഷൻ കോൾ ചെയ്യും, ഡെഫിനിഷനിൽ ചെല്ലും, തിരിച്ചത് ഇവിടെ വന്ന് നിൽക്കും. ഇനി എൻ്റെ താഴെ വീണ്ടും ഒരു ഫങ്ഷൻ ഉണ്ട് സം 2. സം 2 എന്ന് പറഞ്ഞ ഫങ്ഷനിൽ ശ്രദ്ധിക്കാം 3 നമ്പറിൻ്റെ സമ്മ കാണേണ്ടത്. പക്ഷേ ഞാനിവിടെ സം 2 ഓഫ് ഫസ്റ്റ് കോമ സെക്കൻഡ് ഇവിടെ 3 നമ്പർ സ്വീകരിച്ചെങ്കിലും ഞാനിവിടെ ഫങ്ഷൻ കോളിൽ കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് 2 ഉള്ളൂ. തേർഡ് നമ്പർ കൊടുത്തിട്ടില്ല, ഫസ്റ്റും സെക്കൻഡും കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യണ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. തേർഡ് നമ്പർ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമോ അല്ലെങ്കിൽ എറർ വരുമോ? ഈ കേസിൽ ഞാൻ എൻ്റെ ഡെഫിനിഷൻ പാർട്ടിൽ ഒരു കാര്യം കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എറർ വരില്ല. ഇവിടെ നിന്ന് നിങ്ങൾ ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് 2 വാല്യൂ പാസ് ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ വാല്യൂ ഞാനിവിടെ സം 2 എന്ന് പറഞ്ഞ ഫങ്ഷനിൽ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സം ഫസ്റ്റ് നമ്പർ പാസ് ചെയ്തത് ഇവിടെ സം 2 എന്ന് പറഞ്ഞ ഫങ്ഷനിൽ എ സ്വീകരിച്ച്, സെക്കൻഡ് നമ്പർ ബിയും സ്വീകരിച്ച്. ഇനി സി നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തില്ല, പക്ഷേ ഇൻഡ് സി ഈസ് ഈക്വൽ ടു 5 എന്ന് ഇവിടെ എഴുതി കൊടുത്തു. സിയുടെ വാല്യൂ എനിക്ക് 5 മതി. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എയും ബിയും താഴെ നിന്ന് നമ്മൾ ഫസ്റ്റും സെക്കൻഡും കൊടുത്ത വാല്യൂ ഇവിടെ വന്ന് കിടക്കും. സി നമ്മൾ താഴെ നിന്ന് തേർഡ് നമ്പർ ഇങ്ങോട്ട് കൊടുത്തില്ല,
പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്ത്, എനിക്ക് ആ തേർഡ് നമ്പർ എന്ന് പറഞ്ഞ് താഴെ കൊടുത്ത വാല്യൂ അല്ല വേണ്ടത്, ഈ സമ്മിൽ തേർഡ് നമ്പർ എന്ന് പറഞ്ഞ് വേണ്ടത് സിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ ഇവിടെ എന്ത് ചെയ്യാം, ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഈ സി ഈസ് ഈക്വൽ ടു 5 എന്ന് ഇവിടെ കൊടുത്തെന്ന് വിചാരിക്കും. ഈ എയുടെ സ്ഥാനത്താണ് ഞാൻ സി ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാം, ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ താഴേന്ന് വരുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ വന്നുകൊണ്ട് ഇവിടെ സിയിൽ വന്ന് റീപ്ലേസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഇപ്പോൾ ഇവിടെ താഴേന്നുള്ള ഫസ്റ്റ് ഇവിടെ വന്ന് എയിൽ വന്ന് സ്റ്റോർ ചെയ്ത്, താഴേന്നുള്ള സെക്കൻഡ് ബിയിൽ വന്ന് സ്റ്റോർ ചെയ്ത്, ഇനി താഴേന്ന് സി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സി എന്ത് ചെയ്ത്, റൈറ്റ് സൈഡിലാണ് സി ഈസ് ഈക്വൽ ടു 5 കൊടുത്തത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഫസ്റ്റ് ഇവിടെ വന്ന് സെക്കൻഡ് ഇവിടെ വന്ന് തേർഡിൽ പൊസിഷനിലൊന്നും കൊടുക്കാത്തതുകൊണ്ട് തേർഡ് പൊസിഷൻ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്ത്. അതപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നത് ഓവർലാപ്പ് ചെയ്ത് പോവും, അപ്പോൾ സിയിലൊന്നും വാല്യൂ ഇല്ലാണ്ടായി പോവും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത്, ഇതിൻ്റെ സം ചെയ്യുമ്പോൾ സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇത് ഏതായിരിക്കും, താഴേന്ന് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്വീകരിച്ച വാല്യൂ ഇവിടെ എയിൽ സ്റ്റോർ ചെയ്യും, സെക്കൻഡായിട്ട് സ്റ്റോർ ചെയ്ത വാല്യൂ ബിയിൽ സ്റ്റോർ ചെയ്യും, സി എന്ന് പറയുന്ന വാല്യൂ ഈ നിങ്ങളിവിടെ കൊടുത്ത ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സി കൊടുത്ത് ബാക്കി രണ്ട് ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെയും വാല്യൂവും പ്ലസ് ഈ 5 കൂടി ആഡ് ചെയ്തിട്ട് ഉള്ള ഉത്തരമായിരിക്കും ഈ സമ്മിൽ കിട്ടുക. അപ്പോൾ സം 2 കഴിഞ്ഞ് ഇനി സം 3 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് അടുത്തത് കോൾ ചെയ്യുക. ഇവിടെ നോക്കി, ആദ്യം 3 എണ്ണവും നമ്മൾ ഇവിടെ നിന്ന് സ്വീകരിച്ച് 3 എണ്ണവും ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത്, അപ്പോൾ അവിടെ ഡീഫോൾട്ട് സെറ്റിങ്സ് ഒന്നും കൊടുത്തില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ഫസ്റ്റും സെക്കൻഡും ഇവിടെ നിന്ന് പാസ് ചെയ്ത് തേർഡ് നമ്പർ മാത്രം അവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത്. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് മാത്രം പാസ് ചെയ്യും, എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സ്വീകരിച്ച ഫസ്റ്റ് മാത്രം പാസ് ചെയ്യും, സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും നമ്മൾ അവിടെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ആക്ച്വൽ ആർഗ്യുമെൻ്റേ ഉള്ളൂ, മറ്റേത് രണ്ട് നമ്മളവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് സം ഓഫ് 3. അപ്പോൾ നോക്കിയാൽ സം ഓഫ് 3ൽ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ നിന്ന് ഫസ്റ്റ് എന്നുള്ള ഈ വാല്യൂ നേരെ ഇവിടെ വന്ന് എ സ്വീകരിക്കും, സെക്കൻഡിനും തേർഡ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡ് നമ്മളിവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് ബി ഈസ് ഈക്വൽ ടു 10 കൊടുത്ത് സി ഈസ് ഈക്വൽ ടു 5 കൊടുത്ത്. അപ്പോൾ ഇവിടെ സം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് എന്താണോ എൻ്റർ ചെയ്തത് ആ നമ്പർ ഇവിടെ വരും, പിന്നെ ബിയുടെ വാല്യൂ ഇവിടെ 10 വരും, സിയുടെ വാല്യൂ 5 വരും. അപ്പോൾ ഇത് മൂന്നും കൂടിയുള്ള സമ്മായിരിക്കും ഇവിടെ കിട്ടുക. മനസ്സിലായി എന്ന് കരുതുന്നു. മിസ് ഇത്തിരി വേഗം പോണത് ഇത് തന്നെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി വേറെ 3-4 എക്സാമ്പിളായിട്ട് 3 ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ സം 4 ഓഫ്. ഇവിടെ എന്താ സംഭവിച്ചേക്കണേ, ഇവിടെ 3 നമ്പർ സ്വീകരിച്ച് ഏതോ 3 നമ്പർ ആഡ് ചെയ്യാൻ സ്വീകരിച്ചെങ്കിലും ഈ 3 നമ്പർ നമ്മൾ ഇവിടെ പാസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സം 4 ഓഫ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഫംഗ്ഷനായിട്ട് കോൾ ചെയ്ത്. ശരിക്കും 3 ആർഗ്യുമെൻ്റ് ഉള്ളതാണ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, സം 4 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. പക്ഷെ ഞാൻ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്തില്ല. അപ്പോൾ സം 4 എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ നേരെ സം 4ലോട്ട് ചെല്ലും. ഇവിടെ സം 4 എന്ന് പറഞ്ഞതിന് 3 ആർഗ്യുമെൻ്റ് ഉണ്ട്, ആ 3 ആർഗ്യുമെൻറ്റിലും കൊടുക്കേണ്ട വാല്യൂ ഞാൻ ഇവിടെ ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് സം 4 ഓഫ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇൻ്റെ ഈസ് ഈക്വൽ ടു 2, എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 10ഉം സിയുടെ വാല്യൂ 5ഉം. ഇത് 3 നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തത് കൊണ്ട് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സ്വീകരിച്ച എയുടെയും ബിയുടെയും ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ ഇവിടെ സ്വീകരിച്ചെങ്കിലും അതൊന്നും ഇങ്ങോട്ട് പാസ് ചെയ്യാത്തതുകൊണ്ട് വെറുതെ കോൾ ചെയ്യുമ്പോൾ നേരെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നാണ് എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 10, സിയുടെ വാല്യൂ 5 ആയിട്ട് എടുക്കുക, അതിൻ്റെ ഉത്തരവും കിട്ടുക. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അപ്പോൾ നോക്കിക്കോ, എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഞാൻ എൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും അതിൻ്റെ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യണ നമ്പർ 7 ആണ് കേട്ടോ. സെക്കൻഡ് എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്യുന്ന നമ്പർ 8 ആണ്. തേർഡ് നമ്പറായിട്ട് സ്റ്റോർ ചെയ്യണത് 6 ആണ്. അപ്പോൾ എത്ര നമ്പർ, 7ഉം 14ഉം 15, 15ഉം 6ഉം 21 ആണ് സം 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ 3 നമ്പർ തമ്മിലാണ്, ഈ 3 നമ്പർ 7 + 8 + 6 എന്നുള്ള ഉത്തരവാണ് ഇവിടെ കിട്ടി.
ഇനി സം 2 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്ത് സിക്ക് മാത്രം 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. എയും ബിയും നിങ്ങൾ ഫസ്റ്റിൽ എന്താണോ സ്റ്റോർ ചെയ്തത് സെക്കൻഡിൽ എന്താണോ സ്റ്റോർ ചെയ്തത് പ്ലസ് സിക്ക് മാത്രം ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്ത്. അപ്പോൾ എയിൽ സ്റ്റോർ ചെയ്തത് 7, സെക്കൻഡിൽ ഫസ്റ്റ് നമ്പറിൽ സ്റ്റോർ ചെയ്തത് 7, സെക്കൻഡ് നമ്പറിൽ സ്റ്റോർ ചെയ്തത് 8. അപ്പോൾ 15 എന്നുള്ള ആൻസർ ഇത് രണ്ടും കിട്ടി. പ്ലസ് സിയിൽ സ്റ്റോർ ചെയ്തത് 5 ആണ്. അപ്പോൾ 15 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 20. ഇനി സം 3 എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്താ സംഭവിച്ചേ, അവിടെ രണ്ടെണ്ണത്തിന് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്ത് ബിക്ക് 10 കൊടുത്ത് സിക്ക് 5 കൊടുത്ത്. അപ്പോൾ ഫസ്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പർ മാത്രമേ എയിൽ എടുക്കുകയുള്ളൂ. ഫസ്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പർ 7 ആണ്. 7 + 10 + 5. അപ്പോൾ 7 + 10 17 + 5 22 എന്നുള്ള ആൻസർ കിട്ടി. ഇനി ലാസ്റ്റത്തെ കേസിൽ സം 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എണ്ണം ഡീഫോൾട്ട് വാല്യൂസ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ 3 നമ്പർ ഇവിടുന്ന് സ്വീകരിച്ചെങ്കിലും ഈ 3 നമ്പർ നമ്മൾ പാസ് ചെയ്ത് ഡെഫിനിഷനിലോട്ട് കൊടുത്തില്ല. നമ്മൾ സം 4ൽ 4 ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ 7, 8, 6 നിങ്ങൾ എൻ്റർ ചെയ്തെങ്കിലും അവിടെ നിങ്ങൾ 7, 8, 6 ഉപയോഗിച്ചില്ല. പകരം എന്താണ് എ എന്ന് പറഞ്ഞ വേരിയബിൾ 2 സ്റ്റോർ ചെയ്ത്, ബി എന്ന് പറഞ്ഞ വേരിയബിൾ 10 സ്റ്റോർ ചെയ്ത്, സി എന്ന് പറഞ്ഞ വേരിയബിളിൽ 5 സ്റ്റോർ ചെയ്ത്. അപ്പോൾ എന്താണ് 10 + 2 12 + 5 17 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഫംഗ്ഷൻ കോളിങ്ങിലൂടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് 3 എണ്ണം 7, 8, 6 പാസ് ചെയ്ത് അവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ 3 നമ്പർ ആഡ് ചെയ്തിട്ടുള്ള ഉത്തരം കിട്ടി. രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമ്മൾ സിക്ക് മാത്രം ഡീഫോൾട്ട് വാല്യൂ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് എയും ബിയും മാത്രമേ പാസ് ചെയ്തുള്ളൂ, സി ഇവിടെ നിന്ന് എടുത്ത്. അപ്പോൾ ഉത്തരം 7 + 8 + 5 കിട്ടി. മൂന്നാമത്തെ സം 3ൽ എന്താ സംഭവിച്ചേ, നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്പർ മാത്രം എന്ത് ചെയ്ത് ഫംഗ്ഷൻ വഴി പാസ് ചെയ്ത് കൊടുത്ത് സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും ബിയിലെ വാല്യൂം സിയിലെ വാല്യൂ നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ 10ഉം 5ഉം എടുത്ത് കൂട്ടത്തിൽ ഇതിലെ 7 കൊടുത്ത്. അപ്പോൾ 10, 5, 15 + 7 22. നാലാമത്തെ കേസിൽ എന്ത് ചെയ്ത്, നിങ്ങൾ അവിടെ നിന്ന് 3 ഫസ്റ്റും സെക്കൻഡ് തേർഡും എൻ്റർ ചെയ്തെങ്കിലും 3 എണ്ണം നിങ്ങൾ ഉപയോഗിച്ചില്ല. നിങ്ങൾ 3 വാല്യൂ നിങ്ങൾ സം 4ൽ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ 3 നമ്പറിന് നാലാമത്തെ കേസിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ കോൾ ചെയ്തു, നിങ്ങൾ 3 വാല്യൂം അവിടെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് ഈ 3 നമ്പർ നമ്മൾ ആഡ് ചെയ്ത് 10 + 2 12 + 5 17. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഒറ്റ പോയിൻ്റേ ഓർക്കാനുള്ളൂ, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ സെറ്റിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യണത്. ഫോർമൽ ആർഗ്യുമെൻറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലോട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് അതേ സ്ഥലത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെ സെറ്റ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ ഓവർലാപ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാല്യൂസ് നമ്മൾ റൈറ്റിൽ നിന്ന് വേണം കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ. അപ്പോൾ മനസ്സിലായതെന്ന് കരുതുന്നതിന് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം.